ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. സോ SSC വൺ ടൈം രജിസ്ട്രേഷൻ്റെ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ആളുകളായിരിക്കും. സോ അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ചിലപ്പോൾ ആധാർ എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ കാറ്റഗറി അതിൽ എന്തെങ്കിലും ചേഞ്ച് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് മാറ്റം വരുത്താൻ പറ്റാത്തൊരു ഇഷ്യൂലായിട്ട് ഒരുപാട് പേരെ കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു പരിഹാരമായിട്ടാണ് SSC ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്, കാര്യം പറഞ്ഞു വന്നിട്ടുള്ളത്. സോ 19-ാം തീയതി തൊട്ട്, വിച്ച് മീൻസ് നാളെ തൊട്ട് നിങ്ങൾക്ക് 30-ാം തീയതി വരെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾറെഡി എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. സോ അത് കൃത്യമായിട്ട് നോക്കാം. കാൻഡിഡേറ്റ്സ് മേ കൈൻഡ്ലി റെഫർ ടു കമ്മീഷൻ നോട്ടീസ് ഡേറ്റ് 9/5/2025. വൺ ടൈം രജിസ്ട്രേഷൻ്റെ ആധാർ എനേബിൾഡ് ഡേറ്റ് ആയിരുന്നു. അത് എന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്? മെയ് 31-നായിരുന്നു ഡേറ്റ് തീർന്നിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഈ 19-ാം തീയതി തൊട്ട്, സോ അക്കോർഡിംഗ് ടു കമ്മീഷൻ ഹാസ് ഡിസൈഡഡ് ടു അലോ ദ കാൻഡിഡേറ്റ്സ് ടു കറക്റ്റ് ഓർ മോഡിഫൈ ദർ എക്സിസ്റ്റിംഗ് വൺ ടൈം രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഫ്രം 19/6/2025 നാളെ മുതൽ 30/6/2025 വരെ, വിച്ച് മീൻസ് എന്ന് വരെയാണ്? ജൂൺ 30 വരെ. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളെ വൺ ടൈം രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾക്ക് എന്താണോ മാറ്റം ചേഞ്ചും കൊണ്ടുവരേണ്ടത്, അത് അഡ്രസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ പേരിലായിക്കോട്ടെ, ആ കാര്യം നിങ്ങൾക്ക് എന്ത് വരുത്താം? നിങ്ങൾക്ക് അതിൽ മോഡിഫിക്കേഷൻ വരുത്താം എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ നോട്ടിഫിക്കേഷനിൽ SSC പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം വീണ്ടും ശ്രദ്ധിക്കുക, അങ്ങനെ കൊടുക്കുന്ന എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് ജെന്യൂൻ ആയിരിക്കുക, അത് വാലിഡ് ആയിരിക്കുക. സോ അല്ലാത്ത പക്ഷം അത് സസ്പീഷ്യസ് ആവാനും നിങ്ങളെ ഡീബാർ ചെയ്യാനും ചാൻസ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. സോ അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഫോം ദാറ്റ് പെർമിഷൻ ടു എഡിറ്റ് OTR എൻട്രീസ് ഈസ് മീൻ ടു ബി ഫോർ ജെന്യൂൻ പേർപ്പസ് ഓൺലി. ജെന്യൂൻ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങളത് പരിഗണിക്കുക. അല്ലാത്ത പക്ഷം അത് സസ്പീഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് കാണേണ്ടി വരും. സോ അത് എന്ത് ചെയ്യും? വിച്ച് ഷാൾ ബി ഹെൽഡ് അഗെയിൻസ്റ്റ് ഹിം. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ അടുത്തത്, നിങ്ങൾക്ക് ഇനി കൂടുതൽ ഫെർദർ ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് SSC ഹെൽപ്പ് ഡെസ്ക് വഴി കോൺടാക്ട് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ ടെലിഫോൺ വഴി കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഫെർദർ അഗെയിൻ ഒന്നുകൂടെ പറയാനുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അത് 19-ാം തീയതി തൊട്ട്, നാളെ തൊട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ കൃത്യമായിട്ട് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ആധാർ എനേബിൾഡ് OTP രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും കൂടെ അത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. OTP നിങ്ങൾ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ യൂസ് ചെയ്ത് അതും കൂടെ ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പരിശോധിക്കണം. അത് നിങ്ങളെ ഹോമിൽ കാണാൻ പറ്റും. എഡിറ്റ് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. വരുന്ന OTP നമ്പർ കൊടുക്കുക. OTP സബ്മിറ്റ് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. അതും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ CGL അപ്ലൈ ചെയ്താൽ മതി. കാര്യം 1 മന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ CGL അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ CGLും അതേപോലെ തന്നെ സെലക്ഷൻ പോസ്റ്റിനൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷം, ഇത് ഓൾറെഡി കൊടുത്തതിന് ശേഷം നിങ്ങൾ CGL അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? പിന്നെ പറയാനുള്ളത്, സോ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ക്ലാസ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ SSC മലയാളി നമ്മളൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു CGL ഓൺലൈൻ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ക്ലാസ് ഒരു 2 to 3 days ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. വളരെ മിനിമം അഫോർഡഡ് പ്രൈസിലാണ് നമ്മൾ ഇതിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചത്. 999 രൂപയാണ്. സോ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. സോ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, സോ നിങ്ങളൊരു ബിഗിനറാണ്, ഒന്നും അറിയാതെ പോകുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ അറിഞ്ഞ് ആ ഒരു എക്സാം നോക്കി കാണുന്നതാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു എക്സാം സ്യൂട്ടബിൾ ആണോ, നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഇനി അങ്ങോട്ടേക്ക് പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ആവശ്യം നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ 2 മാസം നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, നിങ്ങളുടെ മുന്നിൽ വേറൊന്നുമില്ല, നിങ്ങൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് CGL എക്സാമിന് പോകണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ഓൺലൈൻ ക്രാഷ് കോഴ്സ് നിങ്ങൾ അതിന് വേണ്ടി, നിങ്ങൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. സോ ഇനി നിങ്ങൾക്ക് അടുത്തൊരു 1 year കൊണ്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി കോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ വരുന്ന ജൂൺ 20-ന് നമ്മളൊരു ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നോക്കാം. സോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. സോ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, SSC മലയുടെ കംപ്ലീറ്റ് പിന്തുണ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ എക്സാം പ്രിപ്പറേഷനിൽ ഉണ്ടാവും. സോ കീപ് ട്രസ്റ്റിംഗ്. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ കാര്യം കൂടെ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനിയുള്ള 2 മാസം എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. സോ നിങ്ങൾ
ബിഗിനർ അല്ല, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയുള്ളൂ, കീപ് പ്രാക്ടീസിങ്. കോമ്പറ്റീഷൻ വളരെ പീക്കിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അത്ര എഫേർട്ട് എടുത്ത് പഠിക്കുക. അടുത്ത ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരും ഉണ്ടാവട്ടെ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.